എങ്ങനെയാണ് ഈ HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കിട്ടുന്നത്? അതിന് ട്രാൻസ്മിഷൻ മെത്തേഡുകൾ പലതരത്തിൽ. ഒന്നുകിൽ ബൈ സെക്ഷൽ കോണ്ടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഈ HIV വൈറസ് ബാധിച്ച അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ HIV പകരുന്നത്. സോ മെജോറിറ്റി സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് ഈ HIV എന്ന് പറഞ്ഞ വൈറസ് ഒരു ഇൻഫെക്റ്റഡ് ആവാത്ത ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയ ഒരാൾക്ക് നിന്ന് കിട്ടുന്നത്. സോ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. സോ ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയ പേഴ്സണിൽ നിന്ന് അവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ടി വരികയോ ബ്ലഡോ ബ്ലഡ് പ്രോഡക്റ്റുകളോ സ്വീകരിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞ HIV വൈറസ് ട്രാൻസ്മിറ്റഡ് ആവും. സോ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ന് ഉദ്ദേശിച്ചത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നുള്ള ബ്ലഡോ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് പ്രോഡക്റ്റുകളോ നമ്മുടെ ബോഡിയിലേക്ക്, അസുഖമില്ലാത്ത ഒരാളുടെ ബോഡിയിലേക്ക് കയറുകയാണെങ്കിൽ, സോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ എല്ലാ റെഗുലർ ചെക്കപ്പിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ HIV ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പാടുള്ളൂ. ഇനി അടുത്തത് ഷെയറിങ് ഇൻഫെക്റ്റഡ് നീഡിൽസ്. ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് അവർ യൂസ് ചെയ്ത നീഡിൽസ് യൂസ് ചെയ്യുകയാണെങ്കിലും എന്ത് വരും, ഈ HIV ട്രാൻസ്മിറ്റഡ് ആവും. സോ ഷെയറിങ് ഇൻഫെക്റ്റഡ് നീഡിൽസ്. അടുത്തത് ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ദ ചൈൽഡ് ത്രൂ പ്ലാസൻഡ. സോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള HIV പേഷ്യൻ്റ് ആയിട്ടുള്ള അമ്മയിൽ നിന്ന് കുട്ടിക്ക് പ്ലാസൻഡയിലൂടെ ഈ HIV വൈറസ് ട്രാൻസ്മിറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ചാൻസ് വരുന്നത് ഈ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഒരു 73 അത്രയും പെർസെൻറ്റേജ്. പിന്നെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജാണ്. സോ മെജോറിറ്റി വരുന്നത് ഇതായതുകൊണ്ടാണ് ഈ HIV എന്ന് പറഞ്ഞ ഡിസീസ് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മാത്രം വരുന്നു എന്നൊരു ധാരണ. അതുമാത്രമല്ല, ഈ പറഞ്ഞ മെത്തേഡുകളിലൂടെയും ഈ HIV ട്രാൻസ്മിറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ സെക്ഷൽ കോണ്ടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്, അതുപോലെ ഇൻഫെക്റ്റഡ് നീഡിൽസ് ഷെയർ ചെയ്യുമ്പോൾ, അതുപോലെ ഇൻഫെക്റ്റഡ് ആയ മദറിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസൻഡയിലൂടെ. ഇനി ഈ പറഞ്ഞ HIV ഇൻഫെക്ഷൻ കിട്ടാനായിട്ട് ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ, സോ ആർക്കൊക്കെയാണ് ഈ പറഞ്ഞ HIV ഇൻഫെക്ഷൻ കിട്ടാൻ കൂടുതൽ ഹൈ റിസ്ക് ചാൻസ് ഉള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് കാറ്റഗറി. ഒന്നാമത് ദോസ് ഹൂ ഹാവ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്. ഒന്നിലധികം സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക് ഈ പറഞ്ഞ HIV ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ദോസ് ഹൂ ഹാവ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണർ ഉള്ളവർക്ക് ഹൈ റിസ്ക് ആണ്. രണ്ടാമത്തത് ഡ്രഗ് അഡിക്ട്സ് ടേക്കിംഗ് ദ ഡ്രഗ് ഇൻട്രാവീനസ്ലി. സോ ഇൻട്രാവീനസ്ലി ഡ്രഗ് യൂസ് ചെയ്യുന്ന ഡ്രഗ് അഡിക്റ്റുകൾ, അവർക്കും ഇതുപോലത്തെ HIV ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഈ സെയിം ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സിറിഞ്ച് തന്നെയാണ് മാറി മാറി യൂസ് ചെയ്യുന്നത്. സോ ഇൻട്രാവീനസിലൂടെ ഡ്രഗ് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഇൻട്രാവീനസ് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ HIV എന്ന് പറഞ്ഞ ആ പാത്തജൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെയധികം കൂടുതലാണ്. സോ ഒന്നിലധികം പേര് സെയിം സിറിഞ്ച് യൂസ് ചെയ്യുമ്പോൾ അതിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ HIV ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മൂന്നാമത് ഇൻഡിവിജ്വൽസ് ഹൂ റിക്വയർ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അടിക്കടി ഒരുപാട് തവണ മൾട്ടിപ്പിളായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന ആളുകൾക്ക്. സോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാണ്ടാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതെങ്കിൽ ഈ പറഞ്ഞതിനുള്ള ഹൈ റിസ്ക് ഇവർക്കുണ്ട്. സോ എപ്പോഴും ചില പെർട്ടിക്കുലർ ഡിസീസിന് ഉള്ളവർക്ക് അടിക്കടി ഒരു റെഗുലറായിട്ട് ഫ്രീക്വൻറ്റ് ടൈം ഇൻ്റർവെൽസിൽ അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും ഇതുപോലെ കറക്റ്റ് കെയർ ചെയ്യാണ്ടാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതെങ്കിൽ അവരും ഹൈ റിസ്ക് ആണ് HIV ഇൻഫെക്റ്റഡ് ആവാനുള്ളത്. പിന്നീട് പറഞ്ഞത് ചിൽഡ്രൻ ബോൺ ടു HIV ഇൻഫെക്റ്റഡ് വുമൺ. സോ HIV ഇൻഫെക്റ്റഡ് അമ്മയിൽ നിന്ന് അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടിക്ക് ഇതുപോലെ നമ്മൾ പറയുന്നു പ്ലാസൻഡയിലൂടെ ഈ പറഞ്ഞ ഡിസീസ് കിട്ടും. സോ അവരും ഹൈ റിസ്ക് ഉള്ള ആൾക്കാരാണ്. സോ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർ, അതുപോലെ ഇൻട്രാവീനസ് ഡ്രഗ് എടുക്കുന്നവർ, അതുപോലെ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നവർ, പിന്നെ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ഹൈ റിസ്ക് ഉള്ളവരാണ് HIV ഇൻഫെക്ഷൻ വരാനുള്ളത്. ഇനി അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് HIV വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള
മെയിൻ മാർഗം എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡിലൂടെയാണ്. സോ ബോഡി ഫ്ലൂയിഡുകൾ മാത്രം, ഈ ബോഡി ഫ്ലൂയിഡുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ HIV ഇൻഫെക്ഷൻ ഇതുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുള്ളൂ. ഇത് വെറും ഒരു ജസ്റ്റ് മിയർ ടച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ ഫിസിക്കൽ കോണ്ടാക്റ്റ് കൊണ്ടോ ഒരിക്കലും ഈ പറഞ്ഞ HIV വൈറസ് ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ട്രാൻസ്മിറ്റഡ് ആവില്ല. അതിന് മെയിനായിട്ട് വേണ്ടത് എന്ത് ബോഡി ഫ്ലൂയിഡുകളുടെ കോണ്ടാക്റ്റിലൂടെ മാത്രം. സോ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സെക്ഷൽ കോണ്ടാക്റ്റ്. ഈ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഈ പറഞ്ഞ സെമനും അതുപോലെ ഫീമെയിലിൻ്റെ വെജനും ഇതിലൊക്കെ കൂടുതലായിട്ട് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ജീനോമിനെ കാണാനുള്ള സാധ്യത. സോ ആ ബോഡി ഫ്ലൂയിഡ് ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത ഇതിലാണ്, സെക്ഷൽ കോണ്ടാക്റ്റിലാണ്. പിന്നെ പറയുന്നത് ഇതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ HIV പാത്തജൻ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് കയറി അതിൻ്റെ അപ്പിയറൻസ് കയറി അതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും, അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് വരെ. സോ ഇൻഫെക്റ്റഡ് ആയി അത് നമുക്കൊരു സിംറ്റംസ് കാണിക്കുന്നത് വരെ, അത് ഇൻഫെക്ഷൻ ആൻഡ് അപ്പിയറൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി ഇൻഫെക്റ്റഡ് ആയി അത് സിംറ്റംസ് കാണിക്കുന്ന വരെയുള്ള ടൈം പീരീഡാണ് ഇൻക്യുബേഷൻ പീരീഡ്. സോ ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾ തൊട്ട് കുറച്ച് വർഷങ്ങൾ വരെ ആവാം. ഫ്യൂ മന്ത്സ് ടു കുറച്ച് വർഷം വരെ. മന്ത്സ് എന്ന ഒരു അപ്രോക്സിമേറ്റ്ലി 6 മാസം മുതൽ ഒരു 5 to 10 years വരെ ഇൻക്യുബേഷൻ പീരീഡ് കാണാറുണ്ട്. സോ എത്രയാണ് വല്ല ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത് 5 months to 5 or 10 years വരെ ഇൻക്യുബേഷൻ പീരീഡ്. വൺസ് ഇത് ഇൻഫെക്റ്റഡ് ആയി അതിൻ്റെ സിംറ്റംസ് കാണിക്കാൻ വരെയുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ ലാഗ് ഉണ്ട്. ഇനി HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഒരിക്കൽ നിന്നും ഈ സൊസൈറ്റിയിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അവരൊരിക്കലും ഒറ്റപ്പെടുത്താൻ പാടുള്ളതല്ല. ബിക്കോസ് ഈ പറഞ്ഞ ഒരു ഡിസീസ് നമ്മൾ പറഞ്ഞു ബോഡി ഫ്ലൂയിഡിലൂടെ മാത്രമേ, ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ പറഞ്ഞ ഈ മെത്തേഡുകളിലൂടെ മാത്രമേ ഈ ഡിസീസ് സ്പ്രെഡ് ആവുന്നുള്ളൂ. സോ ബോഡി ഫ്ലൂയിഡിലൂടെ മാത്രം ഈ ഡിസീസ് സ്പ്രെഡ് ആവുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റുകളിലൂടെ ഒന്നും ഇത് പകല്ല. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കഫ് സ്നീസ് അല്ലെങ്കിൽ ഒരു കിസ്സിങ് അല്ലെങ്കിൽ നോർമൽ ഹഗ്ഗിങ് അല്ലെങ്കിൽ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂസ് ചെയ്ത യുട്ടൻസിൽസ്, ടെലിഫോൺസ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ അവരുടെ ടവൽസ്, ഇതൊന്നും നമ്മൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മീൽസ്, അവർ കഴിക്കുന്ന ഭക്ഷണം ഷെയർ ചെയ്താലോ അല്ലെങ്കിൽ അവരെ നമ്മൾ ക്യാരി ചെയ്ത് അവരെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള വേറെ യാതൊരു ടച്ചിലൂടെയും ഈ പറഞ്ഞ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇതിലൂടെ മാത്രമേ, ബോഡി ഫ്ലൂയിഡിലൂടെ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതുപോലെ തന്നെ ഒരു ബ്ലഡ് സക്കിങ് ഇൻസെക്റ്റിലൂടെയും ഈ പറഞ്ഞ ഡിസീസ് സ്പ്രെഡ് ആവുകയില്ല. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇതുപോലെ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള ഒരു പേഴ്സണെ നമ്മൾ ഫാമിലിയിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എസെൻഷ്യലാണ്, നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അവരെ നമ്മുടെ ഫാമിലിയിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ ഐസൊലേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അവർക്കും സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി കൊടുക്കണം. ബിക്കോസ് ഇത് വേറൊരു മാർഗത്തിലൂടെയും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതല്ല.